ഓണാഘോഷം പാടില്ല, അത് മതത്തിനെതിരാണെന്ന് മൗദൂദികൾ ഫത്വ ഇറക്കിയ ഈ ഓണക്കാലത്ത് അതിനെ നല്ലവരായ മുസ്ലിം മതക്കാർ തന്നെ പ്രവൃത്തി കൊണ്ട് മൂലയിലോട്ട് ഒതുക്കിയപ്പോൾ ഒരു ബാലൻസിങ് വീഡിയോയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മൗദൂദികൾ ഓണം ആഘോഷിച്ചാലോ ഓണപ്പാട്ട് പാടിയാലോ എങ്ങനെ ഇരിക്കുമെന്നതിനെ സംബന്ധിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഇപ്പോൾ സൂപ്പർ ഹിറ്റായി ഓടുന്ന വീഡിയോ ഉണ്ട്. ഇതേ കണ്ടേ. പണ്ട് മാമൂക്കോയ പടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് പുതിയ കാലത്ത് മൗദൂദി ട്രോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ഇതിനോടൊക്കെ പ്രതികരിക്കേണ്ടത്? ചിലതിനെയൊക്കെ നമ്മൾ വളരെ ഗൗരവതരമായോ അല്ലെങ്കിൽ ആശങ്കയോടുകൂടി സമീപിച്ചാൽ അല്ലെങ്കിൽ അതിന് പ്രതികരിച്ചാൽ അത് കൂടുതൽ വഷളാകത്തേ ഉള്ളൂ. അപ്പോൾ ഇത്തരം ഗൗരവതരമായിട്ടുള്ള വിഡ്ഢിത്തരങ്ങളെ ട്രോളി നശിപ്പിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ പൊതു ട്രെൻഡ്. ആരാണോ വിടുവായത്തരം എഴുന്നള്ളിക്കുന്നത് അവരെ സമൂഹം ഹാൻഡിൽ ചെയ്യുന്ന രീതി പുതിയ കാലത്ത് മാറിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ. എത്ര മനോഹരമായിട്ടാണ് ആ ചെറുപ്പക്കാർ അത് ആവിഷ്കരിച്ചിരിക്കുന്നത്. മൗദൂദികളുടെ കുരു അപ്പാടെ പൊട്ടിക്കുന്ന അവസ്ഥ. ഇങ്ങനെയൊക്കെ തന്നെ വേണം പ്രതികരിക്കാൻ. അനാവശ്യമായി എന്തിലും ഏതിലും മതം കൊണ്ട് തിരികെ കയറ്റാൻ ശ്രമിക്കുമ്പോൾ ആ മതത്തിൻ്റെ പേര് പറഞ്ഞ് മനുഷ്യരുടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, ജീവിതം ആസ്വദിക്കാനുള്ള അവസരങ്ങൾ, ഇതിനെ എല്ലാം ഇല്ലാതാക്കാൻ പരിശ്രമിക്കുന്നിടത്ത് ഇവരുടെ ഈ മതരോഗ പ്രവർത്തനങ്ങൾക്ക് ഇതുപോലുള്ള സുഖ ചികിത്സകൾ തന്നെയാണ് ആവശ്യം. ഇതുകൊണ്ട് ഇവർ നന്നാകുമെന്നല്ല, ഇവർ പറയുന്നത് കേട്ടിട്ട് അതേപടി പ്രാവർത്തികമാക്കാൻ വേണ്ടി നിർബന്ധിതരാകുന്ന മനുഷ്യർക്ക് കുറച്ച് വെളിച്ചമുണ്ടാകട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് മൗദൂദികളെയോ സംഘികളെയോ കൃസംഘികളെയോ ഒന്നും പറഞ്ഞ് നന്നാക്കാമെന്നോ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാമെന്നോ അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചെടുക്കാമെന്നോ ഒന്നും ആർക്കും പ്രതീക്ഷയില്ല. അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ നാട്ടുകാരുടെ മുന്നിൽ തുറന്ന് കാട്ടിക്കൊടുക്കുക, ഇതൊക്കെയാണ് ഇവർ എന്നുള്ളത്. അതോടുകൂടി കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനും ഗ്രഹിക്കാനും കഴിയുന്ന കുറേയേറെ മനുഷ്യർക്ക് ഇവർ പറയുന്ന കാര്യങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല. വെറുതെ മതമെന്നാൽ ഇവരെ സംബന്ധിക്കുന്ന കച്ചവടമാണ്. ആരെ? നേരത്തെ പറഞ്ഞ 3 വിഭാഗക്കാരെ സംബന്ധിക്കുന്നിടത്തോളം. അതില്ലെങ്കിൽ ഇവരുടെ വയറ്റിപ്പിഴപ്പ് മുട്ടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ ഈ സ്വർഗം റിക്രൂട്ടിംഗ് ഏജൻസിക്കാർ പറയുന്ന പല കാര്യങ്ങളെയും ഈ നാട്ടിൽ മതം കേവലം ഒരു മനസമാധാനത്തിനു വേണ്ടിയുള്ള പ്രാക്ടീസായി കാണുന്നവർക്ക് ഈ രീതിയിലൊക്കെ ചിരിച്ചു തള്ളാനുള്ള അവസരമാക്കി മാറ്റി കൊടുക്കുകയാണ് വേണ്ടതെന്ന് പറയേണ്ടി വരികയാണ്. അത് ഗംഭീരമായി തന്നെ ചെയ്തിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ.